ശ്രീ വി.എസ്. അച്യുതാനന്ദന് പ്രണാമം അർപ്പിക്കുന്നു. വെളിച്ചം പകരുകയാണ്, ഇരുട്ടിലാക്കാതെ ഒരു കലാകാരനെ കോഴിക്കോട് ജില്ലയിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെ ജീവിപ്പിച്ച് നിർത്തുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും കോഴിക്കോടിൻ്റെ ഒരു മഹിമ തന്നെയാണ് അത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നാടക പ്രവർത്തകരാണ്, നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകളാണ്. എത്ര ആവേശത്തോടു കൂടിയാണ് ഈ ചേച്ചി ഇരിക്കുന്നതെന്ന് തുടക്കം മുതൽ സംസാരിക്കുമ്പോൾ ഒക്കെ ചേച്ചി ഇങ്ങനെ ആ മുഖത്ത് സന്തോഷവും ആവേശവും ഒക്കെ കാണുന്നുണ്ട്. അത് നാടകത്തിനോടുള്ള ഇഷ്ടമാണ്, ഈ റഫീഖ് എന്ന കലാകാരനോടുള്ള ഇഷ്ടമാണ്. അതിനപ്പുറം ഇവിടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു മനുഷ്യനെ, ഒരു കലാകാരനെ ഇവിടെ നമുക്ക് മുന്നിൽ ജീവിപ്പിച്ച് നിർത്തുകയാണ്. കുറേ കാലത്തേക്ക് നമ്മുടെ പുതിയ കുട്ടികളിലേക്ക്, ഇവിടെ ഇരിക്കുന്ന കുറേ ആളുകളിലേക്ക്, ഞങ്ങൾക്കൊന്നും അറിയാതിരുന്ന ഒരു കലാകാരനെ ഞങ്ങളിലൂടെ നിങ്ങളിലൂടെയൊക്കെ ജീവിപ്പിച്ച് നിർത്തുന്ന നിലാവ് ട്രസ്റ്റിൻ്റെ സംഘാടകരോട് ആദ്യമായിട്ട് ഞാൻ അതിൻ്റെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ഒരവസരം എനിക്ക് ലഭിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് സാമൂഹിക സാംസ്കാരിക മേഖലയിൽ സജീവമായി നിൽക്കുന്ന അൻവർക്ക എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഒരു പരിഗണനയാണ്. എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് അതിലുള്ള ഓരോ ആളുകളും എന്നെ വിളിക്കും, ഈ ചടങ്ങിന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും ഇതിൻ്റെ ഭാഗമാക്കി നിർത്തിയ ഇതിൻ്റെ എല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. മറ്റൊന്ന്, നമുക്ക് ഈ ചടങ്ങിൽ കോഴിക്കോട് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ കമൽ സാറിനെ പോലെയുള്ള വലിയ മനുഷ്യരുടെ കൂടെ ഇരിക്കാൻ ആ ഓരോരുത്തരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നത്. കമൽ സാറിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് സിനിമകൾ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കൊടുക്കാൻ അർഹനായ ഒരാൾ കൂടിയാണ്. എനിക്കറിയാം, കഴിഞ്ഞ 2-3 വർഷം മുന്നേ അൻവർക്ക എൻ്റെ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റാതിരുന്ന സാഹചര്യം. അപ്പോൾ ഇപ്പോൾ ഈ ചടങ്ങിൽ വന്നതിലുള്ള സന്തോഷവും അറിയിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ അവാർഡ് ജേതാവായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് സാറാണ്. സന്തോഷ് സാറിനെ ഞാൻ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ. അതിനുശേഷമാണ്, സിനിമയിൽ കണ്ടതിന് ശേഷം നമുക്കങ്ങനെ എല്ലാ സിനിമാ നടന്മാരോടൊന്നും നമുക്ക് പേഴ്സണലി പരിചയമോ സംസാരിക്കാനുള്ള അവസരമോ ഒന്നും ലഭിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഞങ്ങളെപ്പോലെയുള്ള പബ്ലിഷറുള്ള ഇടങ്ങളിൽ സജീവമായിട്ട് വന്ന ഒരു കലാകാരൻ കൂടിയാണ് ശ്രീ സന്തോഷ് കിയാറ്റൂർ എന്ന് പറയുന്ന വ്യക്തി. അവിടെ സജീവമായിട്ടുണ്ടാവാറുണ്ട്, പുസ്തക പ്രകാശനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇതൊക്കെ ഞങ്ങളിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ആ സമയങ്ങളിൽ എല്ലായ്പ്പോഴും കാണാറുള്ളത്. മറ്റൊന്നൊരു കലാകാരൻ, ഏത് എഴുത്തുകാരനായാലും നാടക നടനായാലും എല്ലാം അവരുടെ കല കൊണ്ട് സംവദിക്കുന്ന സമൂഹത്തോട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കലാകാരന്മാർ പലപ്പോഴും അനീതിക്കെതിരെ പ്രതികരിക്കാൻ പേടിക്കുന്നതും മടിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ ചങ്കൂറ്റത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഈ സന്തോഷ് കിയാറ്റൂർ എന്ന് പറയുന്ന ഒരു കലാകാരൻ. അതുകൊണ്ട് തന്നെ ശ്രീ റഫീഖിൻ്റെ പേരിൽ നൽകുന്ന ഈ അവാർഡിന് ഏറ്റവും അർഹമായ ഒരു വ്യക്തിയെയാണ് ഇന്ന് നിലാവ് ട്രസ്റ്റ് ഏൽപ്പിക്കുന്നത് എന്നതിലുള്ള അഭിമാനവും ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഈ കോഴിക്കോട് ജില്ലയിൽ പ്രിയപ്പെട്ട നിങ്ങളോട് ഈ നിറഞ്ഞ മഴയത്തും, സാറ് പറഞ്ഞ പോലെ മഴയത്തും ഒക്കെ ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ നാടകത്തിനോടുള്ള ഇഷ്ടമാണ്. ഇവിടെ സ്നേഹത്തോടെ അവതരിപ്പിക്കുന്ന സ്നേഹമുണ്ട്. സുഹൃത്തുക്കൾ ഇവിടെ അവരുടെ സുഹൃത്തിനെ മറക്കാതെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പങ്ക് പറ്റാൻ തന്നെയാണ് ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് സന്തോഷ് സാറിൻ്റെ നാടകവും കാണാം. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും.